അപ്പോൾ ഇന്ന് സ്പെഷ്യൽ കപ്പയും മത്തിക്കറിയാണ്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടി ചൂടായി 2 സ്പൂൺ എണ്ണ ഒഴിച്ചു. കടുകും ഉലുവയും കുറച്ചിട്ടു. പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇടാം. ഇനി ഇതിൽ പച്ചമണം പോകുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി സവാള ചേർക്കും. 2 ഇടത്തര സവാളമാണ് വാങ്ങിച്ചത്. അപ്പോൾ സവാള ഒന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ ഉപ്പ് ചേർക്കാം. സവാളൊക്കെ വഴണ്ടി വന്നു, നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. 1 ഇടത്തരം തക്കാളിയും ചേർത്തു. തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ലൊന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതൊക്കെ ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. നല്ല വഴറ്റി കഴിഞ്ഞു. അപ്പോൾ നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കഴുകി വെച്ച മീൻ ഇതിലേക്ക് ഇടാം. മീനൊക്കെ ഇട്ട ശേഷം തവി കൊണ്ട് ഇളക്കരുത്, ചട്ടി ചുറ്റിച്ചേ ഇളക്കാൻ പാടുള്ളൂ. തവി ഇട്ട് കഴിഞ്ഞാൽ മീനൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ ഇനി കുറച്ച് കറിവേപ്പില, 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം മീൻ. ഇനി കപ്പ വേവിക്കാം. കപ്പൊക്കെ വേവിച്ച് വെച്ചതാണ്. ഇപ്പോൾ മസാലയൊക്കെ ഇട്ട് എല്ലാം റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി കപ്പയും മത്തിക്കറിയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല രുചിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ആ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബായ്.